വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് കളർ ഹൈഡ് ആൻഡ് സീക്ക് ആണ്. അപ്പോൾ റൂൾസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. അതായത് ഒരാളായിരിക്കും ക്യാച്ചർ. അയാൾ ഇത് എണ്ണാൻ പോകുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട്, ഒരു സെക്കൻഡ് മുമ്പായിട്ട് ഒരു കളർ പറയും. ആ കളർ വെച്ചിട്ട് വേണം ഞങ്ങൾ ഒളിക്കാനായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രീനാണ് ക്യാച്ചർ പറയുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഇലയോ അങ്ങനെ എന്തെങ്കിലും ഗ്രീൻ കളർ സാധനം നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ പോയി ഒളിക്കണം. ഇതാണ് നമ്മുടെ റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കണ്ട. നമ്മൾ ഇത്രയും പേരുണ്ട്, 6 പേരുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, ഫസ്റ്റ് ക്യാച്ചറിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നമുക്ക് കളറ് പറഞ്ഞ് പൊത്താൻ പോകുന്നത് കേട്ടോ. ഗൈസ്, ഇവിടെയാണ് പൊത്താൻ പോകുന്നത് കേട്ടോ ശ്രീലക്ഷ്മി. അപ്പൊ നിനക്ക് തരുന്നത് 100 വരെയാണ്. 100 വരെ എണ്ണണം. അതിനുള്ളിലായിരിക്കും ഞങ്ങൾ ഒളിക്കാൻ പോകുന്നത്. സോ റെഡി ആണെങ്കിൽ കളർ പറയാം. ഗൈസ്, നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഒളിക്കാൻ പറ്റുള്ളൂ, പുറത്തൊക്കെ. അപ്പൊ ഉള്ളിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കളേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പേനയുടെ സ്റ്റാൻഡ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം കളേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി കളർ പറയാം കേട്ടോ. റെഡി ആയി നിന്നോ? ഓക്കെ, നിനക്ക് കളർ പറയാം. റെഡി, 1 2 3 ഗോ. റെഡ്. എണ്ണിക്കോ. നമ്മളെ എന്തോ കിട്ടിട്ടോ ഗൈസ്. ഇവക്ക് റെഡ് സാധനം കിട്ടി, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അവളെ ഓടി ഗൈസ്. എനിക്കൊരു കുത്തു ഗൈസ്. അവളെനിക്ക് എടുത്തു ഗൈസ്. ഒരു റെഡ്. ഗൈസ്, റെഡ് കൈ വെച്ചിരിക്കുന്നുണ്ട് ഗൈസ്. കേട്ടോ, പുല്ലിന്റെ ഇടയിലൊക്കെയാണ് ഗൈസ്. ഗൈസ്, അവക്കൊരു പൂ കിട്ടി. നമുക്ക് ഇതിന്റെ ബാക്കിൽ അല്ല, വേറെ സ്ഥലത്ത് വിളിക്കണം. ഞാനിവിടെ വിളിക്കാം ഗൈസ്. ഇതാ ഗൈസ്, അവിടെ ഇരിപ്പുണ്ട് ഒരുത്തി. ഹലോ, ഇവിടെ വിളിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരു വീടുണ്ട്. ഇതിൻ്റെ മുമ്പിൽ വന്നാണ് ഞാൻ വിളിച്ചേക്കുന്നത് കേട്ടോ. അവിടെ ഒരാളുണ്ട്, കാണിച്ചു തരാം. ഗൈസ്, എണ്ണിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അവൾ ഇരിപ്പുണ്ട് ഗൈസ്. ഗൈസ്, പുറത്തൊന്നു ഗൈസ്. ഗൈസ്, എണ്ണിക്കഴിഞ്ഞു ഗൈസ്. നമുക്ക് തപ്പാം ഗൈസ്. ഇവിടെ ആരുമില്ല ഗൈസ്. പുറത്തുണ്ടാവും ഓഫ് കോഴ്സ്. എവിടെ ഗൈസ്? ഗൈസ്, സക്സസ്ഫുള്ളി റൂഹിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ ഗൈസിലായി. റെഡ് പൂവാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോഴെ കണ്ടിരിക്കുന്നു ഗൈസ്. കണ്ടുപിടിച്ചു ഗൈസ്. വേഗിനും സാറ്റ് ആയിരിക്കുന്നു ഗൈസ്. എന്നെ കണ്ടുപിടിച്ചു ഗൈസ്. എന്റെ റെഡ് സാധനം. ഓക്കെ, ഇനി നമുക്ക് വേഗിനെ ദിയേനും തപ്പണം ഗൈസ്. യെസ് ഗൈസ്, അവർ രണ്ടുപേരും ഉണ്ട് ഗൈസ്. ഗൈസ്, അവരെയൊക്കെ കണ്ടുപിടിച്ചു, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഈ വഴിയിലൊന്നും കാണുന്നില്ല. ഞാൻ കണ്ടു. കഴിച്ചിലായി ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ശ്രീലക്ഷ്മി
എന്റെ കാര്യത്തിൽ തെറ്റിപ്പോയി ഗൈസ്. ഞാൻ ഒളിച്ചത് വീടിന്റെ എവിടെയാണ്. കണ്ടുപിടിച്ചത് ആരെയാണ് നമ്മുടെ ക്യാച്ച്? റൂഹി. സോ അടുത്തത് റൂഹിയാണ്. 100 വരെ അതിലൊരു ഡൗട്ടും ഇല്ല. സോ 100 വരെയാണ്. അപ്പൊ റൂഹിക്ക് കളർ പറയാം. കളർ റെഡി 1 2 3 ഗോ. ലീഫ് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ബിക്കോസ് നമുക്കൊരു ലീഫ് കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇന്നത്തെ അതാണ്. ലീവ്സ് വെറൈറ്റി ആയിട്ട് ഈ ഒരു ലീഫ് എടുക്കുകയാണ്. എവിടെയെങ്കിലും പൊളിക്കാം. ഇത്രയും പച്ച പിടിച്ച് കിടക്കുന്നതുകൊണ്ട് എല്ലാവരും ഇലയായിരിക്കും മേടിക്കുക. നമ്മള് വെറൈറ്റി ഒരു കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. വെറൈറ്റി കുട്ടി ഇവിടെ നിന്ന് പോകും. എല്ലാവരും ഇല പിടിക്കുന്നതുകൊണ്ട് നമ്മൾ ഇരിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ അവരെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾ ഇവിടെ ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എവിടെ വരുന്ന എനിക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റില്ല. ഗൈസ് വരുന്നുണ്ട്. ഗൈസ് അതിവിദഗ്ധമായിട്ട് നമ്മളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നല്ലൊരു സാധനം എന്റെ കൊട്ട കാരണം വേഗിനെ പിടിച്ചു ഗൈസ്. ഞങ്ങൾ രണ്ടും കൂടി ഉള്ളൂ ഗൈസ്. ഞാൻ അവിടെ വിളിച്ചു, ഞാൻ ഇവിടെ വന്നു ഗൈസ്. ഞാൻ ഇങ്ങോട്ട് വന്നു ഗൈസ്. അയ്യോ റൂഹി അവിടെ എവിടെ ഉണ്ടാവും ഗൈസ്. ഗൈസ് കാണുന്നില്ല, ഞാനൊന്ന് നോക്കട്ടെ. റൂഹി അകത്തുണ്ടാവും ഗൈസ്. പിടിച്ചിരിക്കുന്നു ഗൈസ്. ഓ പിന്നെ വേഗിനെ കണ്ടുപിട്ടി. അവളവിടെ പണിയിലാണ്. ഞാൻ സാറ്റടിച്ചു. ഓക്കെ അടുത്തത് ചേച്ചിയാണ് ഗൈസ്. ചേച്ചി സത്യത്തില് സാറ്റ് അടിച്ചു, പക്ഷെ നമുക്ക് ചേച്ചിയാണ്. ഓക്കെ ചേച്ചി അവിടെ നിന്നോ. കളർ പറയാൻ പോവാണ്. ഇന്നത് പിടിച്ചോ. റെഡി 1 2 3 ഗോ. ഓറഞ്ചോ? ഓറഞ്ചാണ്. ഓറഞ്ച് എന്തെങ്കിലും വെറൈറ്റി നമുക്കൊന്ന് എടുക്കാം ഗൈസ്. പേനൊക്കെ ഉണ്ടായിരുന്നതാണ്. ബിക്കോസ് എനിക്കതൊന്നും വേണ്ട. ബിക്കോസ് ഞാനൊരു പൂ വേണ്ട, അതൊന്നും വേണ്ട എനിക്ക്. ഗൈസ് നമ്മുടെ കളർ ഓറഞ്ചാണ്. എൻ്റെ അടുത്ത് ആ ഓറഞ്ചൊന്നും കിട്ടിയില്ല. ഇത് എന്താണ് ഗൈസ്? എന്താണ് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇതിപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടില്ല. 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 ഓറഞ്ച് കൊണ്ട് നമുക്കൊരു നല്ല സാധനം കിട്ടിയിട്ടുണ്ട്. പൊളിപ്പനാണ്. വേഗത എവിടെ ഒരു സാധനം കിടക്കും. ഗൈസ് എനിക്ക് ഓറഞ്ചിലൊരു പണ്ടത്തെ ഒരു ഞാൻ എനിക്ക് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടിയത്. പിടിച്ചോ. അയ്യോ മനസ്സിൽ ശ്വാസം മുട്ടണ ഗൈസ്. മതിയായി ഓടിയിട്ട്. അയ്യോ എന്നല്ല ഇലയൊക്കെ പറഞ്ഞു പോകുന്നു ഗൈസ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പണ്ടത്തെ ഒരു ചവച്ചോട്ട് തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയൊരു സാധനമാണ്. ഓറഞ്ച് കളറാണ്. ഇപ്പോൾ നമ്മൾ എണ്ണിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരാളായിട്ട് നമുക്ക് തപ്പാം. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞിരിക്കുന്ന കളറ് ഓറഞ്ചാണ് ഗൈസ്. ഓറഞ്ച് നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണാം.
നമ്മൾ വീടിൻ്റെ ബാക്കിലാണ്, പെട്ടെന്ന് നമ്മളെ കാണാൻ സാധ്യതയില്ല. സൗണ്ട് കേൾക്കും, വേണ്ടാതിരിക്കാം. ഓക്കെ, ഇവിടുത്തെ വയ്യ കഴിച്ച് നട്ടിച്ചൊക്കെയാണ് കഴിച്ച് ഞങ്ങൾ ഇതൊക്കെ കളിക്കാനുള്ള കളിക്കാൻ കിട്ടിയ സമയം. അതെ, നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പോയി സാറ്റ് അടിക്കുകയാണെങ്കിലും നമ്മൾ ക്യാച്ചർ ആവേണ്ടി വരും. അതുകൊണ്ട് കണ്ടുപിടിച്ച് ഇനി നമുക്ക് വേണമെങ്കിൽ പോയിട്ട് സാറ്റ് അടിക്കാം. നമുക്ക് അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ വേഗിതനെ കണ്ടുപിടിച്ചു. ഇതാണ് അവളുടെ കളറ്. വേഗിതനെ പിടിച്ചു ഗൈസ്. അവള് പൊട്ടിയാണ് ഗൈസ്, അവള് വെറുതെ അങ്ങോട്ട് പോയി ഗൈസ്. സോ ഞാൻ ഇവിടെ ചൂട് വീരത്ത് നിൽക്കണം ഗൈസ്, എനിക്ക് വയ്യ, തലവേദന എടുക്കുന്നു ഗൈസ്. അമ്മേ എനിക്ക് വയ്യ ഗൈസ്, എനിക്ക് പിടിക്കാം വേരില്ല ഗൈസ്. ബട്ട് ഈസ് സോ ക്ലീമില്ല ഗൈസ്. ഓ മൈ ഗോഡ്, എനിക്ക് കഷ്ടപ്പെട്ടാണ് ഗൈസ് എല്ലാം കിട്ടിയത്. എനിക്ക് കഷ്ടപ്പെട്ടാണ് ഗൈസ് എല്ലാം കിട്ടിയത്. സമയം തീർന്നപ്പോഴാണ് കിട്ടിയത്. ലാസ്റ്റ് ഞാനൊരു വീട്ടിൽ നിന്ന് പറിച്ചിട്ട് ഗൈസ് എനിക്ക് കളർ എവിടെയൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഗൈസ് അപ്പോളെ കണ്ടു, അപ്പോഴും സാറ്റ് നമ്മ പിന്നെയും സാറ്റ് അടിച്ചു. പിന്നെ അല്ല ആദ്യമായിട്ട് വേഗിനിയും സാറ്റ് അടിച്ചു. വേഗിനി കാണിച്ച കളർ പ്യുവർ ഓറഞ്ച് കളറാണ്. ഇനി ആരെ കണ്ടുപിടിക്കാൻ? അപ്പൊ നമുക്ക് ശ്രീലക്ഷ്മിയെ കണ്ടുപിടിക്കാം. ശ്രീലക്ഷ്മി ഗേറ്റിന്റെ അവിടെ നിന്ന് ആടി. കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. ഞാൻ പെട്ടു. എനിക്ക് കാണാൻ പറ്റുമോ ഗൈസ്? എന്ത് കഷ്ടമാണ് ഗൈസ്. എന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു. ഓ മൈ ഗോഡ്, എനിക്ക് വയ്യ ഗൈസ്, മതിയായി ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ എല്ലാവരും കണ്ടുപിടിച്ചു. ഗൈസ് ഇത് ശരിക്കും ഒരു തുരുമ്പിൻ്റെ കളറാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് കൈയൊക്കെ കഴുകാം ഗൈസ്. അടുത്ത ക്യാച്ചർ വേഗിതയാണ്. പറയല്ലേ? ഓക്കെ, നമുക്ക് കളർ പറയാൻ പോണു. റെഡി, 1 2 3. ബ്ലൂ ആണ്. അപ്പം നമുക്കേ ഒരു ഐഡിയ ഉണ്ട്, ഒരു സാധനം. നമ്മുടെ ഇത് ബ്ലൂ കളറാണ് ഗൈസ്. എൻ്റെ ഡ്രസ്സ് ബ്ലൂ ആണ്. വേണേൽ നമുക്കിത് ഊരിപ്പിടിക്കാം, പക്ഷെ അങ്ങനെയൊന്നും പാടില്ല എന്ന് തോന്നുന്നു. നമുക്കിത് ഓടിച്ചുകൊണ്ട് പോകാം ഗൈസ്, എവിടെയെങ്കിലും ഒക്കെ പോകാം. ഓ ഓടണില്ല ഗൈസ്, പൊക്കി ഓടാൻ ഗൈസ്, അതായിരിക്കും നല്ലത്. ഞാൻ ഇവിടെ ഒളിക്കാന്നാണ് പ്ലാൻ. ഞാൻ ഗൈസ് ഇവിടെ നല്ല സിമ്പിളായിട്ട് ഇരിക്കുന്നുണ്ട്, റോഡ് സൈഡിലാണ്. കണ്ടിട്ടുണ്ട്. ഞാൻ കൊടുത്ത കളർ എന്തായിരുന്നു? ബ്ലൂ അല്ലേ ഗൈസ്? ഹെൽമെറ്റ് മിസ്സിംഗ് ആണ് ഗൈസ്. ഈ വണ്ടിയിൽ ഒരു ബ്ലൂ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, മിസ്സിംഗ് ആണ്. അത് വെച്ച് എവിടെയോ ഇവർ ഒളിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കും. എനിക്കൊരു ഭാഷയാണ് ഗൈസ്, എല്ലാവരും ഞാൻ കണ്ടുപിടിക്കും എന്നുള്ളത്. കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ ഓട്ടാം ഗൈസ്. ഇതെന്തുകൊണ്ടാണ് പൊട്ടിയത് അല്ല ഓടാത്തത് എനിക്ക് മനസ്സിലായി ഗൈസ്. ടയറില്ല ഗൈസ്, ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ല. ബ്ലൂ ഹെൽമെറ്റും വെച്ച് ഇരിക്കുമായിരുന്നു. ഞാൻ കണ്ടു ഗൈസ്, അപ്പോഴും വേഗനക്ക് സാറ്റു കണ്ടു ഗൈസ്, കണ്ടുപിടിച്ചാച്ച്.
ഷേ എന്നെ ഫസ്റ്റ് കാണുമായിരുന്നു, എനിക്ക് എണ്ണണമെന്നുണ്ടായിരുന്നു ഗൈസ്. അടുത്ത ഞാൻ എണ്ണിക്കോട്ടെ അപ്പോഴും. അവളത് അയ്യ ഹെൽമെറ്റും വെച്ച് എവിടെയൊക്കെ ആയിരുന്നു ഇരിക്കണം. ശ്രീരശ്മിക്ക് ഗൈസ് ഇവർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടില്ല, അവൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു അടുത്ത് തന്നാലും ഞാനല്ല, അപ്പം അവളാണ് അപ്പളുമാണ് പൊത്താൻ പോണത്. അതുകൊണ്ട് സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. വേറെ എവിടെയില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലെങ്കിൽ വേണ്ട, ഒളിക്കുമ്പോൾ കാണിച്ചു തരാം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ ഇല്ല. ഇല്ല ഇല്ല, ഇങ്ങോട്ട് പോവില്ല. ഈ വെള്ളം അതിൽ ഗൈസ് ഞാൻ കുറേ നേരമായി. ഗൈസ് ഞാനൊരു ശബ്ദം കേട്ടു, അവിടെ നിന്നാണ് ശബ്ദം. ഗൈസ് എനിക്ക് ഏകദേശം പിടി കിട്ടിയിട്ടുണ്ട്. ഒരാളെ എവിടെയോ ഇരിപ്പുന്നുണ്ട്, അതെനിക്ക് ഏകദേശം പിടി കിട്ടി. ബിക്കോസ് ആ ശബ്ദം ക്ലാപ്പടിക്കുന്നുണ്ട്. സത്യ ഗൈസ് കണ്ടുപിടിച്ചു. ഗൈസ് ഇവിടെ രണ്ടുപേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടല്ല, ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ എടുത്ത സാധനം കണ്ടോ ഗൈസ്? ചെരുപ്പ്. വിനുരാജന്റെ ചെരുപ്പ് എടുത്തോണ്ട് വന്നിരിക്കണാണ് ഗൈസ്. അച്ഛൻ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ സത്യത്തിൽ ഒളിക്കാൻ കണ്ട സ്ഥലത്താണ് ഇപ്പം റൂഹിയും ശ്രീരിഷിനും കൂടി വിളിച്ചത്. എന്താ ഗൈസ് ഇങ്ങനെ? അപ്പോൾ ഗൈസ് ഞാൻ കളർ പറയാൻ പോവുകയാണ്. ഞാൻ കളർ പറയാൻ പോകുന്നത് കുറച്ച് ഹാർഡാണ്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊത്താൻ പോകുന്നതാ അപ്പിളിക്കുട്ടിയാണ്. ഓക്കെ റെഡി, 1 2 3 ഗോ. പർപ്പിൾ. എനിക്ക് എന്തൊരു ഭാഗ്യമുണ്ട് ഗൈസ്, കിട്ടിയതാണ്. ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ആ നേരത്തെ പറഞ്ഞ സത്യനെ പോയി വിളിക്കാൻ പോകും. തന്നെ നിൽക്കുക, മാറണില്ല. എനിക്ക് പോയി സാറ്റ് അടിക്കണം എന്നുണ്ട്, പക്ഷെ മാറണില്ല അവരെവിടെ. ഒരു ചേച്ചി വന്ന് സംസാരിക്കുന്നു ഗൈസ്. നമ്മളിങ്ങനെ ഒളിഞ്ഞൊക്കെ നിൽക്കണം കണ്ടിട്ട് എന്ത് പറ്റിയും ചോദിച്ച് വന്നതാണ് ആ ചേച്ചി. അപ്പോൾ കളിക്കുകയാണെന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഇവൾ അവിടെ നിന്ന് മാറണില്ല, എനിക്ക് പോയി സാറ്റ് അടിക്കണം. കണ്ടിട്ടേ ഇല്ല പാവം. പോ എന്നെ മാത്രം കാണാത്തതുണ്ടായിരുന്നുള്ളൂ. ഗൈസ് എനിക്ക് ഭയങ്കര ബുദ്ധി ആയതുകൊണ്ട് ഇവർക്ക് ആർക്കും എന്നെ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മാത്രമേ എണ്ണാത്തുള്ളൂ, ഇവരെല്ലാവരും എണ്ണി. അതുകൊണ്ട് എനിക്കൊരു ഇത് തന്നിട്ട് അവർ എന്നോട് എണ്ണാൻ പറഞ്ഞേക്കുവാണ്. ഇവരെ വെറുതെ അങ്ങോട്ട് വിട്ടാൽ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത്ര പാടുള്ളത് തന്നെ കൊടുക്കണമല്ലോ. എല്ലാം കഷ്ടപ്പെട്ട് സഹിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളർ തരുള്ളൂ. ശരിയാക്കി കൊടുക്കാം. മേത്തുള്ളത് തൊടാൻ പറ്റൂല. ഞാൻ കളർ പറയാൻ പോവാണ്. ദ കളർ ഈസ് ഗോൾഡൻ. ഇത്തിരി ആർട്ടിഫിഷ്യലായിട്ട് പറഞ്ഞെന്നുള്ളൂ ഗൈസ്. നമുക്ക് നോക്കാം. ബുദ്ധി വേണം ഗൈസ്, ബുദ്ധിപൂർവ്വം നീങ്ങാം. ആദ്യം നമുക്ക് അവിടെ ആരും പണിങ്ങുന്നുണ്ട് ഗൈസ്, കണ്ടായിരുന്നു.
പാവങ്ങൾ. ആരും തുമ്മിയല്ല, പാവം. ഉള്ളിന്ന് ആരും തലപൊക്കി നോക്കുന്നില്ല. ഇവിടെ ആരും സാധ്യതയില്ല. നമുക്ക് പതുക്കെ പോവാം. പെട്ടെന്ന് എങ്ങാനും ആവശ്യം വന്നാൽ ഇങ്ങോട്ട് വരണം. സാധാരണ നമ്മൾ ഒളിക്കുന്ന സ്ഥലത്തൊന്നും ഇവരില്ല. അവിടെ ഞാൻ നോക്കിയിട്ടില്ല, ബാക്കി സ്ഥലത്തൊക്കെ ഞാൻ നോക്കി, അവിടെ ഒന്നും ഇല്ല. അപ്പം നമുക്ക് ഇവരെല്ലാവരും കൂടി നല്ലൊരു സ്ഥലത്താണ് വിളിച്ചേക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. എൻ്റെ ഒരു ആഗ്രഹം 5-ൽ 3 പേരെങ്കിലും ഞാൻ സാറ്റർഡേ ചെയ്യണം. 3 അല്ല 4 പേരെങ്കിലും ഞാൻ സാറ്റർഡേ അടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് നോക്കാം. ഇവിടെ പോയി വിളിച്ചു ഗൈസ്. നോ ഐഡിയ വേറെ. ഇവിടെ ഇല്ല. എന്താണ് ഗൈസ്, ഒറ്റൊരെണ്ണത്തിനെയും കാണാനില്ല. ഒരു മതിൽ ചാടി ഇങ്ങോട്ടൊക്കെ പോയാ. ആദ്യത്തെ ആൾ കണ്ടുപിടിച്ചു. റൂഹിനെ കണ്ടുപിടിച്ചു. അപ്പൊ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. വേറെ ഫസ്റ്റ് റൂഹി. ഹായ്, നമ്മുടെ ഫോൺ നമ്മുടെ ആയതാണ് ഗൈസ്. ആ ഫോൺ വെച്ച് നമ്മൾ അടുത്ത ആളെ കണ്ടുപിടിച്ചു ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ ലക്ഷ്യത്തിലെ 2 പേരുടെ അവസ്ഥ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 4 പേരിൽ 2 പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ 5 പേരിൽ 4 പേരൊക്കെങ്കിലും ഞാൻ സാറ്റ് അടിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതിനകത്ത് 2 പേരെ ഞാൻ സാറ്റ് അടിച്ചു. ഇനി 2 പേരും കൂടി ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരിത്തിരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോണാണ് ഗൈസ് എൻ്റെ ആയുധം. അപ്പം നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഫോൺ ഇട്ട് തപ്പി നോക്കാം. ഗൈസ് ഇവർ എൻ്റെ ബുദ്ധി മനസ്സിലാക്കിയിട്ട് എന്തോ ഒരു പ്ലാൻ ഇട്ടിട്ടാണ് പോയി വിളിച്ചിരിക്കുന്നത്. 2 നിങ്ങൾ ആ പ്ലാനിൽ പെട്ടില്ല തോന്നുന്നു. പോയ സ്ഥലത്ത് തന്നെയാണ്. നമുക്ക് പുറകിലൊന്ന് നോക്കി. അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. 5-ൽ ഒരാളാണ് പോയത്. ബാക്കി 2 പേരെ നമ്മൾ കണ്ടുപിടിച്ചു. വി ഹാവ് ദ റെസ്റ്റ്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഗോൾഡ് എവിടെ? ഓക്കെ, ഗോൾഡ് പേനായിരിക്കും. ഇതെങ്ങനെയായിരിക്കും ഗോൾഡ്? ഗോൾഡാണ്. ആ, എവിടെയായിരുന്നു? ഇല്ല, ഞാൻ നോക്കാത്തത്. ഇപ്പൊ നമ്മള് പുറത്തോട്ട് പോകുമ്പോ ഇവരിങ്ങനെ തലയിട്ട് നോക്കുമല്ലോ. പുറകിൽ നിന്ന് ഒരു തല പോലും, ഞാൻ തല പോയിട്ടൊരു നേരി പോലും ഞാൻ കണ്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? ഇവർ ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ് കാണിച്ചത്. മേസി ഗൈസ്, ഇവരെന്തോ ഒരു ക്ലൂ എനിക്ക് തന്ന പോലും. അവളുടെ ഫോണാണ് അവളുടെ ആയുധം. അതെ ഗൈസ്, എൻ്റെ ഫോണാണ് എൻ്റെ ആയുധം. എനിക്ക് മതിയായി ഗൈസ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ക്യാച്ചറായി പോയില്ലേ. അവിടെ ഒന്നും ഇല്ല, അവിടേക്ക് ഞാൻ നോക്കി ഗൈസ്. ഇനി എൻ്റെ സാറ്റ് പോയാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവർ 2 പേര് കാണുന്നില്ല ഗൈസ്. സീക്രട്ട് ഒന്നുമില്ല. കഴിഞ്ഞ ലാസ്റ്റ് റൗണ്ട് ഞാൻ നോക്കിയതാണല്ലോ കിണറിൻ്റെ അവിടെ. പിന്നെ നോക്കാം. ഞാനൊരു ഇതിൽ പോയി നമ്മുടെ ആയുധവും കൊണ്ട് പോയി ഞാൻ നോക്കി. പക്ഷെ നോ ക്ലൂസ്. നമുക്ക് നോക്കാം. ലാസ്റ്റ് എൻ്റെ ഒരു പ്രതീക്ഷ ഈ വീടിനുള്ളിലാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ 3 പേരുണ്ടായിരുന്നത്. 2 പേരെ ഞാൻ കണ്ടുപിടിച്ചു, ഒരാളെ കണ്ടുപിടിച്ചില്ല. ഗൈസ്, അങ്ങനെ ഞാൻ
അപ്പളൂന് വേണ്ടിയിട്ട് തോറ്റു കൊടുത്തു. അപ്പളൂനെ അവളുടെ അമ്മ പോവാൻ വിളിക്കുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിട്ടു കൊടുക്കുവാണ്. എവിടെ? കാടിന്റെ ഉള്ളില് ഗൈസ്. നമ്മുടെ കൺമുമ്പിൽ ഇത്രയും നേരം ആ കാടിന്റെ ഉള്ളിൽ ഇരിക്കണ്ടായിരുന്നു ഇവള്. എന്റെ പൊന്ന് ടെറർ. അപ്പൊ ഗൈസ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ.